അതാണ് ഫുട്ബോൾ ആരാധകരെ ഒരിക്കലും നിരാശരാക്കില്ല എന്നതാണ്. ശ്രീ ആന്റോ അഗസ്റ്റിൻ, അതിന് സമാന്തരമായി തന്നെ ഇപ്പോൾ നമ്മൾ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായും ഓസ്ട്രേലിയൻ ഫുട്ബോൾ ഫെഡറേഷനുമായും ഒക്കെ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിന്റെ അപ്ഡേറ്റുകൾ കൂടി അറിയേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ അർജന്റീനയിൽ ഇപ്പോൾ നമ്മുടെ ചെയർമാനുണ്ട്, വൈസ് ചെയർമാനുണ്ട്, അതുപോലെ തന്നെ എൻ്റെ സെക്രട്ടറി ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പം ഇന്നലെ നമ്മുടെ ഇൻ്റർനാഷണൽ മാനേജറായിട്ടുള്ള കബ്രേരയായി മീറ്റിംഗ് കഴിഞ്ഞിരുന്നു. അവരെ ലീഗൽ ടീമുമായിട്ടുള്ള മീറ്റിങ്ങുകൾ കഴിഞ്ഞു. അതിനുശേഷം നാളെ അവർ അർജന്റീനയുടെ പ്രസിഡൻറ്റുമായിട്ടുള്ള മീറ്റിങ്ങുകളുണ്ട്. കാരണം ഇതെല്ലാം ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ട്രാവൽ പ്ലാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവർക്ക് പ്രൈവറ്റ് ജെറ്റാണ് അവരുടെ ട്രാവൽ പ്ലാനുമായിട്ട് വേണ്ടത്. പ്രൈവറ്റ് ജെറ്റ് വേണം, അതുപോലെ 11 മണിക്കൂർ ട്രാവൽ വേണം. ഇപ്പോൾ ഏത് രാജ്യത്താണ് ലേയോർ എന്നുള്ള കാര്യം തീരുമാനിക്കണം. ലേയോറിന് വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ട്രാവൽ മാനേജറുടെ പെർമിഷൻ ഫിഫയുടെ ഭാഗത്ത് നിന്ന് എടുക്കാനുണ്ട്. അപ്പോൾ ഇതൊരു വലിയ പ്രോസസ്സാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതൊക്കെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കിത് മുൻപ് നടത്തി ഇന്ത്യയിൽ ഒരാൾക്കും എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത്, ഫെഡറേഷൻ്റെ ഭാഗത്ത് എല്ലാവരും ഇതിനു വേണ്ടി മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വലിയ മാറ്റം, അതും വിജയം ഉണ്ടാവും. അപ്പോൾ അത് നാളെ പ്രസിഡൻറ്റോടുകൂടി, കാരണം അവിടെയൊക്കെ ഡിസ്കഷൻസ് എല്ലാം കഴിഞ്ഞതാണ്. അപ്പോൾ നമുക്ക് പുതിയതായിട്ട് ഇനി ഒരു ഡിസ്കഷൻ നടത്തിയൊന്നും ചെയ്യാനില്ല. അവിടെ എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് തീർന്നതാണ്. ഇനി നാളെ പ്രസിഡൻറ്റിനെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു പോരാവുന്നതാണ്. ഞാൻ ഓസ്ട്രേലിയൻ്റെ പ്രസിഡന്റ് ഞാൻ ഇന്നലെ സൗദിയിൽ കണ്ടിരുന്നു. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട്, അദ്ദേഹം പ്രസിഡൻറ്റും ഉണ്ടായിരുന്നു, അവരുടെ CEO ഉണ്ടായിരുന്നു. രണ്ടുപേരുമായിട്ട് ഞാൻ സംസാരിച്ചു. അദ്ദേഹം നല്ല സ്നേഹത്തോടു കൂടിയാണ് നമ്മൾ പെരുമാറിയത്. അവരെല്ലാ പ്രൊസീജിയർ തീർത്തിട്ടുണ്ട്. ഓസ്ട്രേലിയൻ്റെ ഭാഗത്തുള്ള 80% പ്രൊസീജിയർ തീർന്നു കഴിഞ്ഞു. കാരണം അവർക്ക് അങ്ങനെ ട്രാവൽ പ്ലാൻ്റെ ബുദ്ധിമുട്ട്, കാരണം ഡയറക്റ്റ് ഫ്ലൈറ്റാണ്, അതുകൊണ്ട് അവർക്ക് ട്രാവൽ പ്ലാൻ്റെ ബുദ്ധിമുട്ടില്ല. അവർക്ക് 2 വിൻഡോയിലുള്ള മാച്ചും ഇന്ത്യയിൽ തന്നെയാണ്, നമ്മൾ കേരളത്തിൽ തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു വിൻഡോ ഓസ്ട്രേലിയയായിട്ട് കളിക്കും, അർജന്റീനയായിട്ട് കളിക്കും. ഒരു വിൻഡോ അവർക്ക് ബാക്കി ഉണ്ട്. വേറെ നമ്മൾ ഒത്തിരി ടീമുകൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അത് ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനം പോലെ ഇരിക്കും. രണ്ടാമത്തെ വിൻഡോയിൽ കളിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം, രണ്ടാമത്തെ ടീമുമായിട്ട് കളിക്കണോ വേണ്ടയോ എന്നുള്ള കേരള സർക്കാരിൻ്റെ തീരുമാനമാണ്, ഫെഡറേഷൻ്റെ തീരുമാനമാണ്. അപ്പോൾ അത് വേണോ വേണ്ടയോ എന്നുള്ളത് പിന്നീട് തീരുമാനിക്കാം. പക്ഷേ ഒരു കളി അപ്പോൾ അവർക്ക് വേറെ എവിടെ പോകാനില്ല, അവിടെ ഡയറക്റ്റ് ഇന്ത്യയിലേക്ക് തന്നെ വരേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇനിയുള്ള എല്ലാം ഇരിക്കുന്നത് ഫിഫയുടെ കയ്യിലാണ്. അർജന്റീനയും ഓസ്ട്രേലിയയും ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയി എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അപ്പോൾ വെല്ലുവിളി എന്ന് പറയുന്നത് സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണമാണ്. അതേതായാലും ത്വരിതഗതിയിൽ തന്നെ മുന്നോട്ട് പോവുകയുമാണ്. അത് ഭയങ്കര രീതിയിൽ മുന്നോട്ട് പോകുന്നത് മാത്രം. ഇന്ന് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള യോഗത്തിൻ്റെ അകത്ത് എല്ലാ അപ്രൂവലുകളും പെട്ടെന്ന് തന്നെ എടുക്കണമെന്ന് പറയുന്നുണ്ട്. അതിൽ വേണ്ട വർക്കുകൾ നടത്തണം എന്ന് പറയുന്നുണ്ട്. ബാക്കി 12,000 ആൾക്കാർ ജോലിക്കാരുണ്ട്. എല്ലാം സ്പ്ലിറ്റ് ചെയ്ത് പല ആൾക്കാരായി കൊടുത്തിട്ടുണ്ട്. പല ഡിപ്പാർട്ട്മെൻറ്റുകൾ അതിനകത്ത് പണിയെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ പ്രയാസമില്ലാതെ പറഞ്ഞു. നമ്മുടെ കയ്യിൽ ഇനി ആകെ ഉള്ളത് ഇന്ന് 18-ാം തീയതിയാണ് സമയം, ഡേറ്റ് ഇല്ലേ. അപ്പം 19-ാം തീയതിയാണ്. 19-ാം തീയതി കഴിഞ്ഞാൽ ബാക്കി 28 ദിവസമേ ആകെ നമ്മുടെ മുൻപിലുള്ളൂ. കളി നടക്കുന്ന ദിവസത്തേക്ക് ആകെ 28 ദിവസമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പോൾ നമുക്ക് ഓസ്ട്രേലിയ ടീം 10-ാം തീയതിയാണ് ഇവിടെ ഇന്ത്യയിൽ എത്തുന്നത്. അപ്പോൾ അത് നോക്കിക്ക് എത്ര ദിവസം നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ള കാര്യം. അത് 20 ദിവസത്തോളം നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ 20 ദിവസം കൊണ്ട് നമുക്ക് ഈ പറയുന്ന ഫെസിലിറ്റി മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് അപ്രൂവൽ എടുത്ത് വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത് വലിയ ടാസ്ക് തന്നെയാണ്. ഇന്നിപ്പോൾ അലി ദൃശ്യങ്ങളിൽ നമുക്ക് കാണിച്ചു തരികയായിരുന്നു. പുതിയ ചെയറുകളൊക്കെ സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. റൂഫിംഗ് വർക്കുകൾ വളരെ വേഗം, റൂഫിംഗ് സ്ട്രെങ്തനിങ് നടക്കുന്നു. മാത്രമല്ല അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ലൈറ്റിംഗ് സംവിധാനങ്ങൾ കൂടിയാണ് ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ ലൈറ്റിൻ്റെ കാര്യത്തിനാണെങ്കിലും നമ്മൾ ഏറ്റവും നല്ല ലൈറ്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇൻ്റർനാഷണൽ അതിനിപ്പം സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇപ്പോൾ ഫിഫയ്ക്ക് എല്ലാത്തിനും സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പം ആ ലൈറ്റ്, ഏത് ലൈറ്റ് വേണം, എത്ര LUX വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഫിഫയ്ക്ക് അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ലൈറ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്. എൻ്റെ സീറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്, സ്ട്രെങ്തനിങ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട്. 3 ലെയർ സെക്യൂരിറ്റി വേണം സ്റ്റേഡിയത്തിന്. കാരണം 25 റാങ്കിങ്ങിൽ താഴെയുള്ള ടീമുകളാണ് കളിക്കാൻ വരുന്നത്. അപ്പോൾ 3 ലെയർ സെക്യൂരിറ്റി വേണം. അപ്പം അതുപോലെ തന്നെ 8 ഫീറ്റ് ഹൈറ്റുള്ള കോമ്പൗണ്ട് വാൾ വേണം. പാർക്കിംഗ് ഏരിയ പ്രോപ്പറായിരിക്കണം. 1500 മീറ്റർ ഏരിയയിൽ വൃത്തിയായ റോഡുകൾ വേണം. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ സംവിധാനം പ്രോപ്പറായിരിക്കണം, ഫയർ സംവിധാനം പ്രോപ്പറായിരിക്കണം. അതുപോലെ തന്നെ അവരെ സ്പെക്ടാക്ടർ, അതുപോലെ തന്നെ അവരുടെ ട്രെയിനിങ് റൂമുകൾ, അങ്ങനെയുള്ള സാധനങ്ങൾ മുഴുവൻ നമുക്ക് ഉണ്ടാക്കണം. ഇതൊക്കെ ഉണ്ടാക്കുക നമ്മുടെ സ്റ്റേഡിയത്തിൽ പോയി കാണുന്നവർക്കറിയാം. കാരണം അത്ര ഹെക്റ്റിക്കായി അത്ര ആൾക്കാർ ഒന്നിച്ചാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ഇവൻറ്റ് നമ്മുടെ മുന്നിൽ എല്ലാ കാലവും കിട്ടിക്കോണമെന്നില്ല. വിനീത, ഇത് നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന ദോഷം നമുക്ക് വലിയ നഷ്ടം ഉണ്ടാകും. ഇത് കിട്ടിയാൽ വലിയ ലാഭമായിരിക്കും. നമുക്ക് നമ്മുടെ ലൈഫിലെ നമ്മുടെ ഒരു വലിയ മുന്നോട്ടുള്ള കുതിപ്പിന് ഒരു സഹായകമാകും ഈ ഇവൻറ്റോട് കൂടിയിട്ടെന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനതുകൊണ്ട് ഒരു കാര്യങ്ങളും നോക്കിയിട്ടില്ല വിനീത. ഞാൻ എല്ലാ കാര്യങ്ങളും
ഇത് മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള എന്താണ് വിവാദര പ്രശ്നങ്ങളും ഒക്കെ അവിടെ നടക്കട്ടെ. നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നോക്കാം. ഇത് വിജയിപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഇനി വരുന്നിടത്ത് ചെയ്യണം എന്നുള്ളത് എനിക്കിതിൽ പറയാനുള്ളൂ. താങ്ക് യു. ശ്രീ ആന്റോ അഗസ്റ്റിൻ തന്നെയാണ് അതിൽ ഒരു ക്ലാരിറ്റി വരുത്തിയിരിക്കുന്നത്. തീർച്ചയായും നിർണായക യോഗങ്ങളാണ് നടന്നത്. അതിൻ്റെ അപ്ഡേറ്റുകൾ നൽകുകയായിരുന്നു ശ്രീ ആന്റോ അഗസ്റ്റിൻ. ഏതായാലും മെസ്സിയുടെ വരവിനായി, ലോകകപ്പ് നേടിയ അർജന്റീന ടീമിന്റെ വരവിനായി അർജന്റീന ഓസ്ട്രേലിയ ഫിഫ നിലവാരത്തിലുള്ള ഫ്രണ്ട്ലി മാച്ചിനായി കാത്തിരിക്കുക തന്നെയാണ് കൊച്ചി സ്റ്റേഡിയം